ടീച്ചർ എഡ്യൂക്കേറ്റർമാരുടെ ഇന്റേൺഷിപ്പിന് മാർഗരേഖ തയ്യാറാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. SCERT തയ്യാറാക്കിയ മാർഗരേഖ സർക്കാരിന് സമർപ്പിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് അധ്യാപക വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പിന് അക്കാദമിക മാർഗരേഖ വികസിപ്പിച്ചത്. ഒരു സ്കൂളിലേക്ക് തന്നെ എല്ലാ വർഷവും ടീച്ചർ എഡ്യൂക്കേറ്റർമാരെ ഇന്റേൺഷിപ്പിന് അയക്കരുത്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കണം ഇന്റേൺഷിപ്പ് നടത്തുന്നവരുടെ എണ്ണം. ഒരു ഡിവിഷൻ മാത്രമുള്ള സ്കൂളിൽ ഇന്റേൺഷിപ്പ് പാടില്ല തുടങ്ങിയവയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുന്ന മാർഗരേഖയിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഇതിനൊപ്പം ഇന്റേൺഷിപ്പുകാർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ സ്ഥിരം അധ്യാപകർ ക്ലാസ്സിലുണ്ടാകണമെന്ന നിർദ്ദേശവും മാർഗരേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഇന്റേൺഷിപ്പിന് അക്കാദമിക മാർഗരേഖ വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇന്റേൺഷിപ്പ് നിരീക്ഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും DEOമാർക്കുമായി പോർട്ടൽ തയ്യാറാക്കും. കൈറ്റിനാണ് ഇതിന്റെ ചുമതല. ഇതിനൊപ്പം ഈ വർഷം DELD, BEd കേന്ദ്രങ്ങളിലെ അധ്യാപകർക്ക് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളും പരീക്ഷാരീതിയും പരിചയപ്പെടുത്തുന്നതിന് പരിശീലനം നൽകും. മെയ് മാസത്തിലാകും ഈ പരിശീലനങ്ങൾ നടക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.